അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. ഇവിടെ കൂടിയ എല്ലാവർക്കും അള്ളാഹു കൂടുതലായിട്ട് അള്ളാഹുവിന്റെ കലാമ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും ജീവിതാവസാനം വരെ ഖുർആനിന്റെ ആളുകളായി ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. നമ്മളിപ്പോ സൂറത്ത് ആലു ഇമ്രാൻ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി 200 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 171 ആയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇത് കേൾവിക്കാരായി ഇരിക്കുന്ന ആൾക്കാര് പിന്നെ ചില ആയത്തുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്തുകൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എളുപ്പം തരട്ടെ. ഇനിയും നമുക്കിത് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. കാരണം നമ്മുടെ പിന്നാലെ അല്ലെ, പിന്നാലെ എന്നല്ല, നമ്മുടെ മുന്നിൽ എന്ന് പറഞ്ഞ പോലെ ആയിഷ മാഷാ അല്ലാഹ് തഫ്സീർ ക്ലാസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ബക്കറ പഠിച്ചവരാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് അത് ഒന്നുകൂടി തദബ്ബറോട് കൂടി പഠിക്കാൻ ഒരു അവസരമായിട്ട് അള്ളാഹു തരികയാണ് അല്ലെ. അപ്പൊ അതുപോലെ ഈ ആല് ഇമ്രാൻ, സൂറത്ത് ആല് ഇമ്രാനിലേക്കൊക്കെ എത്തും. കാരണം ഇപ്പൊ 3-ാമത്തെ ജുസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകുതി സൂറത്തുൽ ബക്കറയിലും ബാക്കി ആലു ഇമ്രാനിലെ വരുന്നത് 3-ാമത്തെ ജുസ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇനിയും വിശദമായിട്ട് കേൾക്കാനും പഠിക്കാനും റഹ്മാനായ റബ്ബ് അവസരം അള്ളാഹു തരട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ആഫിയത്തും എല്ലാ നിലക്കും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് അൽഹംദുലില്ലാ റഹ്മാനായ റബ്ബിന്റെ ആ ഒരു തിരഞ്ഞെടുക്കലിലാണ് ഉള്ളത് ഇപ്പൊ അല്ലെ. ഇപ്പൊ അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ഷനിൽ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് എപ്പോഴും നിലനിൽക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ റഹ്മാനെ. മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കാം. അതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിന്റെ ദീനില് ഉറപ്പിച്ചു നിർത്തണേ അള്ളാഹുവേ. കാരണം ഈ ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം തന്നെ പല തവണയായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അല്ലെ. നമ്മളെ ഹൃദയം, നമ്മുടെ കൽബിന്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയാം അല്ലെ. രാവിലത്തെ അവസ്ഥ ആയിരിക്കൂല ഉച്ചയാകുമ്പോഴേക്കും, ഉച്ചക്കത്തെ അവസ്ഥ ആയിരിക്കൂല വൈകുന്നേരം ആകുമ്പോ. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ട് ഖുറാനിന്റെ വചനങ്ങളിലൂടെ ഒക്കെ പോകുമ്പോ അവിടെ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ തനിച്ചാകുമ്പോഴോ അപ്പൊ നമുക്ക് ആ ഒരു ഫീലിംഗ് ആയിരിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രാർത്ഥന മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ ഹിദായത്തിലായിക്കൊണ്ട് തന്നെ ഈ ഖുർആനും അതിനോടനുബന്ധിച്ചുള്ള ദീനിപരമായ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടോന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധം പോലെ നിങ്ങൾ കേൾക്കണം. കാരണം അത് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ, അത് അത്രയും റഹ്മാനായ റബ്ബിന്റെ ആ ഒരു അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതായത് അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലം സുബ്ഹാനല്ലാഹ് വളരെ ഭംഗിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏതൊരു വിശ്വാസിയും കൊതിച്ചു പോകുന്നതാണ് അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ പിന്നെ ഈ ഒരു ക്ലാസ്സിൽ കയറുന്ന കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് ഇങ്ങനെ വായിക്കാനിടയായി. ഗാസയില്
ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അനുഭവം ഇങ്ങനെ അവസാനമായിട്ടൊരു വസിയത്ത് പോലെ ഇങ്ങനെ ഒരു പോസ്റ്റ് FB-യിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ ആള് അവസാനമായിട്ട് അതില് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നെ നീ രക്തസാക്ഷിത്വം വഹിക്കാനുള്ള ഇത് നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, അല്ലെ, അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിയുടെ പദവിയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും അത് മതി. സുബ്ഹാനല്ലാഹ്, അല്ലെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അള്ളാഹു അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും നമുക്കിപ്പോ ദിവസേന ഈ അവിടെ നിന്നുള്ള ഗാസയിൽ നിന്നൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സ് പൊട്ടിത്തകരുന്നില്ലേ. അള്ളാഹുവേ, നമുക്കൊന്നും ഇവിടുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനല്ല നമുക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കും അവരൊക്കെ അള്ളാഹുവിന്റെ സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടാകും. നമ്മൾ ഒരിക്കലും അവരെ കുറിച്ച് വിലപിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഒരു വിശ്വാസിക്കില്ല എല്ലാ ഹൈറാണ്. അൽഹംദുലില്ലാ അള്ളാഹു അവർക്ക് അതിനുള്ള ക്ഷമയും സമാധാനം അവരുടെ മനസ്സുകളിൽ അള്ളാഹു കൊടുക്കട്ടെ. കാണുന്ന കാഴ്ചകളിൽ നമുക്ക് മനപ്രയാസം ഉണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾക്ക് അവർക്ക് നൽകുന്ന പദവികൾ, സുബ്ഹാനല്ലാഹ്, അല്ലെ, അവർക്ക് അതിൽ സന്തോഷമായിരിക്കും. അവർക്ക് പിന്നീട് അതിനുശേഷം അല്ലെ വരുന്ന വിശ്വാസികളെ കുറിച്ചും അവർക്ക് എന്തില്ല, ഭയപ്പാടില്ല, ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, എല്ലാ നിലക്കും അവർക്ക് സന്തോഷമാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ? യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ൽ. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കാരണം അവർ സന്തോഷമടയുന്നു. വഅന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഅ്മിനീൻ. ഒരിക്കലും അതുപോലെ അള്ളാഹുവിൽ സത്യവിശ്വാസികളുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കി കളയൂല. സുബ്ഹാനല്ലാഹ്, അല്ലെ, ഇത് എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും സന്തോഷിക്കാനുള്ള ഒരു വകുപ്പാണ്. വിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു നന്മയും അല്ലെ, ഒരു കുഞ്ഞു നന്മ പോലും അത് നമ്മൾ നിസ്സാരമായി കാണണ്ട. എല്ലാം റബ്ബിന്റെ അടുക്കല് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹു തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇഖ്ലാസോടെ, നല്ല നിശ്ചയദാർഢ്യത്തോടെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ ഒരു ഖുതുബ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. അബ്ദുസലാം മോങ്ങത്തിന്റെ നിങ്ങൾ വിജയികൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള 8 അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ. അതിൽ തുടക്കത്തിൽ എന്താണ് വിജയം എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ, ആദ്യം അത് കേൾക്കാം. എന്നിട്ട് ആ അടയാളങ്ങൾ നമുക്ക് ഉണ്ടോന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാരും പരിശ്രമിക്കുക. ആ ക്ലാസ് ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ എല്ലാരും സമയം കണ്ടെത്തിയിട്ട് കേൾക്കണം. നിർബന്ധം പോലെ കാരണം നമുക്കും വേണ്ടേ വിജയം, അല്ലെ. സുബ്ഹാനല്ലാഹ്, അതില് ആ ഒരു വിജയം എന്നുള്ള ഒരു ഇതിനെ പറഞ്ഞ 2 വാചകങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഇട്ടുതരാം. അതായത് ഫൗസും ഫലാഹും. അവിടെ ആ വിജയത്തിന്റെ ഇതെന്താ പറഞ്ഞെന്നറിയോ? പരാജയമില്ലാത്ത വിജയം എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, പരാജയമില്ലാത്തൊരു വിജയം വരിക്കുന്ന ആ ഒരു സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെ. അത് പറയുന്നുണ്ട്. നമ്മള് എന്താ പറയാ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് അറിയാം, അല്ലെ. അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടാവും. ഇപ്പം പുതുതായിട്ട് ഗ്രൂപ്പിലൊക്കെ വന്ന കുറച്ചൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോ ഈ ഹദീസുകൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഒരുപാട് തവണ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിലൂടെ പല പല ടീച്ചർമാരുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്,
ഇപ്പൊ ഓരോ പുതിയതായിട്ട് ക്ലാസ് എടുക്കുന്ന ആൾക്കാര് ഓരോ വിഷയങ്ങൾ എടുത്ത് വരുമ്പോ ഇതൊക്കെ മുമ്പേ നമ്മള് അല്ലെ ഗ്രൂപ്പിലൂടെ പലരും പല പല വിധത്തിൽ ക്ലാസ് എടുത്ത് പോയതാ. പക്ഷെ വീണ്ടും പറയുമ്പോ അത് കേൾക്കാത്ത അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് അറിവുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു അല്ലെ. കണ്ടിന്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മപ്പെടുത്തലുകൾ. നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ ആ വിജയികളിൽ ഉൾപ്പെടാൻ അതിലെ ലക്ഷണങ്ങൾ അതിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വാക്ക് നമുക്കതിന് സ്വാധീനം ചെലുത്തണം. ഫൗസുൻ അല്ലെ, ഫൗസ്, ഫഖദ് ഫാസ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരുപാട് തവണ അങ്ങനെയുള്ള വാചകങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ യാത്ര ചെയ്തവരാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഓതി പോയിട്ടുണ്ടാകും അല്ലെ. ഇനി ആ ഒരു ഫൗസ് അല്ലെ, ഫായിസൂൻ, ഹുമുൽ ഫായിസൂൻ അല്ലെ, ഫൗസുൻ അലീം, ഫൗസുൻ കബീർ, ഫൗസുൻ മുബീൻ എന്നൊക്കെ കാണുമ്പോ അവിടെ ഒന്ന് നിർത്തിയിട്ട് അതെന്താണെന്ന് പറ്റുമെങ്കിൽ ഒന്ന് തഫ്സീറോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ, ഒന്ന് എടുത്ത് അതിന്റെ അർത്ഥം നോക്കി അവിടെ നിർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെങ്കിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം നമുക്കത് അത്യാവശ്യമാണ് അല്ലെ. ഒരു പരാജയമില്ലാത്ത ഒരു വിജയം നമുക്ക് ലഭിച്ച പിന്നെന്താ, ഒരു ടെൻഷൻ ഇല്ല അല്ലെ, ദുനിയാവിൻ്റെതായ ഒരു പ്രയാസം നമ്മളെ ബാധിക്കൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അങ്ങനെ ഒരു ആത്മാവിശ്വാസത്തോടെ അല്ലെ ജീവിക്കാൻ നമ്മൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞ പോലെ മരണപ്പെട്ടാല് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗാവകാശികളിൽ നമുക്ക് ഉൾപ്പെടാനുള്ള ആ ഒരു സൗഭാഗ്യം അല്ലെ, അങ്ങനൊരു നമുക്കൊരു ഉറപ്പ് അള്ളാഹു നമ്മൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നുണ്ടാവോ എന്ന് നമുക്കൊരു ആ ഒരു ഉറപ്പ് അല്ലെ, ഒരു വിശ്വാസം നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞില്ല, അള്ളാഹു അവരുടെ വിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുകയില്ല എന്ന്. ഇനി നമ്മൾ വീണ്ടും അള്ളാഹു തആല ചില ചരിത്രങ്ങളിലൂടെ നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുകയാണ്. 172, 173 വചനങ്ങളൊക്കെ അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആയത്തിലൂടെ പോകാം. ശരിക്കും സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിക്കേന്ന്, ഈ ആയത്തുകളൊക്കെ ഉണ്ടല്ലോ പണ്ടിപ്പോഴോ ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടപ്പോ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആയത്തുകളാണ് ഇപ്പൊ നമുക്ക് പഠിക്കാൻ ഇങ്ങനെ റബ്ബ് ഇങ്ങനെ വീണ്ടും ആ ആയത്തിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം അള്ളാഹു തരുന്നത്. സുബ്ഹാനല്ലാഹ്. പണ്ടേ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഓരോ സൂറത്തിലെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചില ആയത്തുകൾ നമുക്കിങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്തുകൾ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ് കേൾക്കുമ്പോ തന്നെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ അതിൽപ്പെട്ട ആയത്തുകളാണ് ഇപ്പൊ ഈ 173 ആയത്തൊക്കെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരു വല്ലാത്തൊരു ഒരു രോമാഞ്ചം എന്ന് പറയൂലേ, ഇങ്ങനെ ഈ ആയത്തുകളിലൂടെ ഇങ്ങനെ പോകാൻ നമുക്ക് സാധിക്കുമ്പോ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് സൂറത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. എന്താ പറയുന്നേ? الذين استجابوا لله والرسول من بعد ما أصابهم القرح.
ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അദീം. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹ്, അല്ലദീന യാതൊരു കൂട്ടർ, ഇസ്തജാബു അവർ ഉത്തരം നൽകി, ആർക്ക്? ലില്ലാഹ് അള്ളാഹുവിന്, വർ റസൂൽ റസൂലിനും, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയ ചില ആൾക്കാരെ കുറിച്ചാ പറയുന്നത്. എപ്പോഴ്? മിൻ ബഅദി മാ അസ്വാബഹുമുൽ ഖർഹ്, പിന്നീട് ശേഷം, അസ്വാബഹും അവർക്ക് ബാധിച്ചതിന്റെ, അൽ ഖർഹ് മുറിവ്, പരിക്ക് പറ്റിയതിന് ശേഷവും അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയ ആളുകളെ കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്. ലില്ലദീന അഹ്സനു, നിശ്ചയമായും ലില്ലദീന യാതൊരു കൂട്ടർക്കുണ്ട്, അഹ്സനു അവർ നന്മ പ്രവർത്തിച്ചു, മിൻഹും അവരിൽ നിന്നും, വത്തഖൗ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തു, അങ്ങനെയുള്ളവർക്കുണ്ട് എന്തുണ്ട്? അജ്റുൻ അദീം, മഹത്തായ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഫൗസ് പറഞ്ഞ പോലെ ഒരു സംഭവമാണല്ലേ അജ്റുൻ അദീം. അജ്റുൻ അദീം, അജ്റുൻ കബീർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്തായിരിക്കും ആ മഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാല്? അത് സ്വർഗമല്ലാതെ മറ്റെന്താണല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തിന്റെ പശ്ചാത്തലം എന്താന്ന് പറയുന്ന വെച്ചാല്, നമ്മള് പിന്നെ നേരത്തെ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത് അല്ലെ. ഉഹദ് യുദ്ധത്തില് പങ്കെടുത്തവരുണ്ട്, പുറപ്പെട്ടിട്ട് പിന്നോട്ട് പോയ ആൾക്കാരുണ്ട്, പങ്കെടുത്തവരില് രക്തസാക്ഷിത്വം വരിച്ച ആൾക്കാരുണ്ട്, തിരിച്ച് വീട്ടിലെത്തി ഇപ്പം പിന്നെ ഇങ്ങനെ പോകാതെ അവിടെ പിന്നെ മാറി നിന്ന ആളുകള് പോയ ആൾക്കാരോട് പറഞ്ഞില്ലേ, പിന്നെ നമ്മളെ പോലെ നിങ്ങൾ പോകാതെ വീട്ടിലിരുന്നെങ്കിൽ ഇങ്ങനെ അപകടങ്ങളും സംഭവിക്കൂല, മരണം സംഭവിക്കൂലായിരുന്നു ഒക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ അള്ളാഹു തആല മറുപടിയായിട്ട് ഒരുപാട് വചനങ്ങൾ അള്ളാഹു തആല അവതരിപ്പിച്ചു. എന്നിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ മരണപ്പെട്ടവരല്ലാതെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. എന്നിട്ട് അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അള്ളാഹു തആല നമുക്ക് കഴിഞ്ഞ വചനങ്ങളിലൂടെ മനസ്സിലാക്കി തന്നു. അപ്പം ഈ ഉഹദ് യുദ്ധം അല്ലെ, പിന്നെ നമുക്കറിയാം തുടക്കത്തില് പിന്നെ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു പോയെങ്കിലും വീണ്ടും തിരിച്ച് അല്ലെ പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടായിരുന്നു. അവിടെ പിന്നെ ചെറിയ രൂപത്തിൽ തന്നെ പിന്നെ ശത്രുക്കൾക്ക് ഒരു വിജയം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയപ്പോ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ വേഗം പോവുകയും ചെയ്തത്, അവിടുന്ന് സ്ഥലം വിട്ട് പോവുകയും ചെയ്ത് അഹങ്കാരത്തോടെ. പിന്നെ ശരിക്കും മുസ്ലിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം സംഭവിച്ചു, ചെറിയൊരു അനുസരണക്കേടിന്റെ പേരില് കുറച്ച് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ആ സമയത്ത് ഈ ശത്രുക്കള് പിന്നെ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഒരു വിജയപേരി മുഴക്കി അവരവിടുന്ന് സ്ഥലം വിട്ട് പോവുകയും ചെയ്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചിന്ത, അതായത് ഈ പോയ ആളുകള് മക്ക മുശ്രിക്കീങ്ങള് തിരിച്ചു വന്നിട്ട് വീണ്ടും മദീനയെ ആക്രമണം നടത്തി പിന്നെ ഉപദ്രവിക്കൂ എന്നുള്ള ഒരു ചിന്ത. അപ്പോ പിന്നെ അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചതായും പറയപ്പെടുന്നു. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാരോടും കൂടി പറയാണ്, നമുക്ക് ശത്രുക്കളെ ഒന്ന് പിന്തുടരണം. കാരണം അവര് വീണ്ടും തിരിച്ചു വരാൻ ഒരു പക്ഷെ സാധ്യതയുണ്ട്. അപ്പം മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമായി മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ ഒന്ന് പിന്തുടരണം. അപ്പോ പിന്നെ അതിലൂടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആ ഒരു ധൈര്യം, വീര്യം അത് നശിച്ചിട്ടില്ല എന്ന് പിന്നെ അവർക്ക് തെളിയിക്കാനും, കൂടാതെ ശത്രുക്കൾക്ക് ഒരു ഭയം ഭയപ്പാട് ഉണ്ടാക്കാനും അങ്ങനൊക്കെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിന്തുടരാന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പിന്നെ ക്ഷണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താ പറയാ, ഒരു മിനിറ്റ്.
പിന്നെ അവിടെ പിന്നെ യുദ്ധം യുദ്ധം കഴിഞ്ഞ് പരിക്ക് പറ്റിയവരും മുറിവേറ്റവരും പിന്നെ നല്ല പോലെ ക്ഷീണം ബാധിച്ച് ല്ലെ തിരിച്ചെത്തിയ ആളുകളാണ് അവിടെ ഉള്ളവര്. അപ്പോ അവര് പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഉഹദിൽ പങ്കെടുക്കാത്തവരല്ലാത്ത ആരും തങ്ങളോടൊപ്പം വരാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളുകളെ തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ശത്രുക്കളെ പിന്തുടരാൻ വേണ്ടി ക്ഷണിക്കുന്നത്. പക്ഷെ എന്താ പറയാ, യാതൊരു മടിയും കൂടാതെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ക്ഷണത്തെ സ്വീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതാ പറയുന്നത്, അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വർ റസൂൽ, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയ ആളുകൾ. സുബ്ഹാനല്ലാഹ്. അവിടെ ഉഹദിൽ പങ്കെടുക്കാത്ത പിന്നെ കുറച്ച് ആൾക്കാർക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരണം എന്നുള്ള അത്യാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ചിലർക്ക് അത് പിന്നെ പ്രത്യേകമായിട്ട് അവരുടെ കാര്യകാരണങ്ങള് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിൽപ്പെട്ട ഒരാളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ വീട്ടില് പിന്നെ 7 സഹോദരികൾ ഉണ്ടായിരുന്നു, കൂടാതെ അദ്ദേഹത്തിന്റെ പിതാവും. അപ്പം പിന്നെ ഈ 7 സഹോദരിമാരെ നോക്കാൻ വേണ്ടിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് പിതാവ് യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ പോയ ആ പിതാവാണെങ്കിലോ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ടാണ് താൻ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നുള്ള കാരണം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ പിന്നെ ഈ യാത്രയിൽ പങ്കെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്ത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ ഈ ഈ പിന്നെ ശത്രുക്കളെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഇവര് പിന്നെ യാത്ര തുടങ്ങി. ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഹം ശരിയായിരുന്നു എന്നാ പറയുന്നത്. കാരണം പിന്നെ ഈ ശത്രുക്കള് വിജയഭേരി മുഴക്കി അവർ പോയല്ലോ. അവരിങ്ങനെ പോയി മക്കയിലേക്കുള്ള യാത്രയില് അവിടെ ശത്രുക്കളില് ഉള്ള കുറച്ച് ആളുകൾക്ക് തോന്നുകയാണ്, മദീനയിൽ കടന്നാക്രമണം നടത്താതെ ഞങ്ങളിങ്ങനെ പിന്നെ വേഗം മടങ്ങിയത് അത്ര ശരിയായില്ല. അവർക്ക് ഒന്നും കൂടി തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു ആക്രമണം നടത്താമെന്നുള്ള പിന്നെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പിന്നെ അവരെ പിന്തുടരുന്നതായിട്ടുള്ള ഈ ഒരു പിന്നെ പുറപ്പെടൽ ല്ലെ, അത് അവരറിഞ്ഞപ്പോ അവരെന്തായി, ആകെ ഭയപ്പെട്ടു. കാരണം അവർ വിചാരിക്കുന്നുണ്ട് കുറെ ആൾക്കാരെയും കൊണ്ടാണ് ഈ ഒരു സംഘം വന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് അവര് പിന്നെ വേഗം പിന്നെ മക്കയിലേക്ക് തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഒരു സംഘത്തില്, അതായത് ഈ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയ സഹാബാക്കളെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ വചനം അവതരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ല്ലേ, അവര് തലേ ദിവസം പിന്നെ അവർക്ക് യുദ്ധത്തിൽ ബാധിച്ച പല ആപത്തുകളും അല്ലെ പരിക്കുകളും വകവെക്കാതെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം സ്വീകരിച്ചത് അല്ലെ. അതാ പറഞ്ഞത്, മിൻ ബഅദി മാ അസ്വാബഹുൽ ഖർഹ് ല്ലെ, അവർക്ക് ആ മുറിവ് പറ്റി ല്ലെ, പരിക്ക് ബാധിച്ചതിന് ശേഷം എന്നിട്ടും അള്ളാഹു റസൂലും ക്ഷണിച്ചപ്പോ ആ ഒരു ക്ഷണം സ്വീകരിക്കുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല്, ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാല്. എന്ത് അനുസരണം ല്ലെ, നേതാവിന്, തങ്ങളുടെ റസൂലിനെ അവര് എല്ലാ നിലക്കും പൂർണ്ണമായും അനുസരിക്കാൻ, പിന്തുടരാൻ അവർ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ ഒരു അവസ്ഥ പറയുന്ന സഹാബാക്കളിൽ പലർക്കും ഈ പരിക്ക് കാരണം ശരിയായ രൂപത്തിൽ നടക്കാൻ പോലും സാധിക്കാത്തവരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിക്കൊണ്ടൊക്കെ ആയിരുന്നു പോയത് എന്ന്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവരുടെ അത്രയും ആ ഒരു ത്യാഗ സന്നദ്ധതയാണ് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് നമ്മൾ ഓരോരുത്തരും എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ഇത് മാതൃകയാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്.
അപ്പം ഇത് നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. നമ്മളോടാണ് നമ്മളാണ് ഈ ഒരു സ്ഥാനത്തെങ്കിൽ എന്ത് നിലപാടായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയല്ലേ. എവിടെയെങ്കിലും ഒരു ദീനപരമായി തന്നെ ഒരു യാത്ര എങ്ങാനും പോയി വന്നിട്ട് ആ പിറ്റേന്ന് തന്നെ വേറെ എന്തെങ്കിലും ദാവത്തുമായി ബന്ധപ്പെട്ട ഒരു യാത്ര നടത്താൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇന്നലെ പോയി വന്നതിന്റെ ക്ഷീണം ഇവിടെ തീർന്നിട്ടില്ല ല്ലേ. ഇനി ഇന്നും നമ്മള് പോയത് നല്ല സുഖത്തില് AC-ലൊക്കെ അയച്ചിരിക്കും യാത്രക്ക് തന്നെ ചെയ്തിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാ ല്ലേ. ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള ദീനപരമായ വിഷയങ്ങൾ വരുമ്പോ നമ്മൾ എന്താക്കും, ഓരോ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കൂലേ. ചിലപ്പോ ഇതിങ്ങനെ ഇപ്പൊ ഈ ക്ലാസ് ഇതെല്ലാം കേൾക്കുന്നോണ്ട് ഈ സമയത്ത് ചിന്തിക്കും, ഇല്ല ഞാനൊന്നും അങ്ങനെ വിചാരിക്കേ ചെയ്യില്ല. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാല് നമ്മൾ എന്തായിരിക്കും നിലപാടെന്ന് മനസ്സിരുത്തി നമ്മളിലേക്ക് തന്നെ ഒന്ന് ആ ഒരു ചിന്ത ഒന്ന് ഇട്ട് നോക്ക്. ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെ, ശക്തമായ പോരാട്ടങ്ങൾ നടത്തി ശാരീരികമായ മുറിവുകളും പരിക്കുകളും വന്ന് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത ആ ഒരു സമയത്ത് അള്ളാന്റെ റസൂല് വിളിച്ചത് കൊണ്ട് മാത്രം ആ ഒരു യാത്രക്ക് വേണ്ടി ആ ശത്രുക്കളെ പിന്തുടരാൻ അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താക്കേണ്ടി വരും, ഒരു പോരാട്ടത്തിന് തയ്യാറാകേണ്ടി വരും ല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്രയും സന്നദ്ധരായിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. വെറുതെ അല്ല അല്ലെ റളിയല്ലാഹു അൻഹും വറളു അൻഹു പറഞ്ഞിട്ടുള്ളത്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കും ഈ ഒരു മാതൃക പിൻപറ്റാൻ നമുക്ക് കഴിയണം. എന്തെന്ത് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാലും നമ്മുടെ അള്ളാന്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് തന്നെ. നമുക്കിപ്പോ ഒരു യുദ്ധമോ ഇല്ലേ അങ്ങനെയുള്ളതൊന്നും നമ്മളെ മുമ്പിൽ ഇല്ല. പക്ഷെ നമ്മുടെ സ്വന്തത്തോട് തന്നെ ഉണ്ട് ജിഹാദ് ചെയ്യാൻ കുറെ ഇല്ലേ. ഈ ദുനിയാവില് ജീവിക്കുമ്പോ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തന്നെ വേണം നല്ലൊരു സന്നദ്ധത, മാനസികമായ ഒരു ഉറപ്പ് ഇല്ലേ. നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. പലരും ദുർബലരായി നിസ്സഹായരായി ഇങ്ങനെ നമ്മളെ പോലെയുള്ള നമ്മളോ ദുർബലർ, നമ്മളെ അടുത്ത് വന്നിട്ട് ഓരോരുത്തർ ചോദിക്കൂല എന്താ ചെയ്യാ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യാ അള്ളഹാനോട് ദുആ ചെയ്യാ ല്ലേ. അള്ളാഹുവെ നമുക്ക് ആ മനസ്സിന് ആ ധൈര്യം ലെ സബാത്ത് അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചോ. നമ്മളെ മുമ്പില് ആരാണ് നമ്മളെ മുമ്പിൽ ഒരു ല്ലെ, അതായത് നമുക്ക് എതിർത്തൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് പറയാൻ കഴിയില്ല. ചിലപ്പോ ഭർത്താവായിരിക്കും, ചിലപ്പോ മക്കളായിരിക്കും, ചിലപ്പോ കുടുംബക്കാരായിരിക്കും ല്ലെ. സുബ്ഹാനല്ലാഹ്. മക്കളെ ഇപ്പം കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ കുടുംബക്കാര്, മകന്റെ ഭാര്യ വീട്ടുകാർ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാര്, ഇങ്ങനെ പലരെയും പല നിലക്കും ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യും ഇല്ലെ. നമുക്ക് ദീനിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗവാക്കാകണോ വേണോ, എന്താ വേണ്ടേ, ക്ഷണം സ്വീകരിക്കണോ വേണ്ടേ, അതിൽ പങ്കെടുക്കണോ വേണ്ടേ. അവിടെ എന്തെങ്കിലും ഹറാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹറാമിന്റെ ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ല്ലെ. മാറി നിൽക്കുക അത്ര തന്നെ. നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയണം. പിന്നെ ക്ഷണം എന്നുള്ളത് നിരസിക്കാതിരിക്കാൻ, നമുക്ക് അവരോട് പിണക്കമില്ലാതിരിക്കാൻ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാത്ത സമയത്ത് നേരത്തെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ പോയി ആ ഒരു സൗഹൃദവും സന്തോഷവും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഹിക്കമത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ റഹ്മാനായ റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലെങ്കിലല്ലേ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല, നമ്മളും മാറൂല. നമ്മളും ഇങ്ങനെ ചണ്ടികളെ പോലെ ആയി മാറൂലേ. അള്ളാഹു നമുക്ക് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹിനോട് തന്നെ ചോദിക്കാം. അള്ളാഹു തന്നെ ഒരു സൊല്യൂഷനെ നമുക്ക് എത്തിച്ചു തരും തീർച്ചയായിട്ടും ഇൻഷാ അള്ളാഹ്. ഒരു മിനിറ്റ്.
അപ്പോ അതാണ് ഈ 172-ാമത്തെ വചനം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ എടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ലില്ലദീന അഹ്സനു അല്ലെ മിൻഹും വത്തഖൗ, അവിടെയാണ് അല്ലെ തഖ്വയും ഇഹ്സാനും അത് രണ്ടും കൊണ്ടുവന്ന അങ്ങനെയുള്ള ഈ കൂട്ടത്തിലുള്ള ഇഹ്സാനുള്ള മുഹ്സിനീങ്ങൾക്കും തഖ്വയുള്ള മുത്തഖീങ്ങൾക്കും അത് കാരണത്താലാണ് എന്ത് അള്ളാഹു അജ്റുൻ അളീം നൽകുന്നത്, മഹത്തായ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എപ്പോഴും നമ്മൾ മുഹ്സിനീങ്ങളാകാൻ പരിശ്രമിക്കുക. ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂക്ഷ്മത, തഖ്വ അത് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്ത ആയത്തും ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം, സുബ്ഹാനല്ലാഹ്, സഹാബാക്കളുടെ മാതൃകാപരമായ മറ്റൊരു സംഭവത്തെ കുറിച്ചാണ് 173-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആ ആയത്ത് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. الذين قال لهم الناس, الذين യാതൊരു കൂട്ടർ, قال لهم അവരോട് പറഞ്ഞു, അന്നാസ് മനുഷ്യർ, ഇന്നന്നാസ നിശ്ചയമായും മനുഷ്യർ എന്താണ്, ഖദ് ജമഉ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, ഫഖ്ശൗഹും അതിനാൽ അവരെ പേടിക്കുവിൻ, ഫസാദഹും അപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു, ഈമാന ഈമാൻ വർദ്ധിച്ചു, വഖാലു അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ ഭരമേൽപ്പിക്കുന്നവൻ അവൻ എത്രയോ നല്ലത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിന്റെ ഒരു പശ്ചാത്തലം പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ ഈ ഉഹദ് യുദ്ധം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഈ ആയത്തുകളെല്ലാം. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഈ ശത്രുക്കള് അവിടെ നിന്ന് പിന്നെ വിജയഭേരി മുഴക്കി പോയല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ സൈന്യാധിപനായ അബൂ സുഫിയാൻ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഈ സമയങ്ങളിലൊക്കെ അബൂ സുഫിയാൻ ശത്രുപക്ഷത്താണ് അല്ലെ. പക്ഷെ മക്ക വിജയത്തോടു കൂടി അബൂ സുഫിയാൻ എന്താകുന്നുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രല്ല ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ നല്ലൊരു പടയാളിയായിട്ട് പല യുദ്ധങ്ങളിലും നേതൃത്വം വഹിച്ച് പിന്നെ എന്താ പറയാ ഒരുപാട് ഇസ്ലാമിന് വേണ്ടിയിട്ട് സേവനം ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു ഉഹദ് യുദ്ധത്തില് ശത്രുവശത്ത് സൈന്യങ്ങളുടെ നേതാവായിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലെ. നമുക്കറിയാം അല്ലെ, ബദറിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പം ബദർ ഈ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഇനിയത്തെ കാഴ്ച അടുത്ത കൊല്ലം ബദറിൽ വെച്ചായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് കൊല്ലം തോറും ഒരു വലിയ കച്ചവടമേള നടക്കാറുള്ള സ്ഥലമാണ് ബദർ. അപ്പം പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു പിന്നെ ഇത് ഉണ്ടാക്കാം. പക്ഷെ ആ സമയം വന്നപ്പോ ഈ ഖുറൈശികൾക്ക് അവിടെ വരാൻ, അതായത് അന്നേരം നല്ല ക്ഷാമം നേരിട്ട ഒരു സന്ദർഭത്തിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ഒരു യുദ്ധസന്നാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഈ ഇങ്ങനെ വാഗ്ദത്തം പറഞ്ഞിരുന്ന അന്നത്തെ കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാല് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര അപമാനമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ അടുത്ത കൊല്ലം കാണാൻ നമുക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് അപ്പൊ അങ്ങനെ വരാൻ പറ്റാതിരുന്ന അത് വലിയ നാണക്കേടാ അന്നത്തെ കാലത്ത് ഈ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പിന്നെ ആ ഒരു അപമാനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ അബൂ സുഫിയാൻ എന്താക്കി, ഒരു സൂത്രം പ്രയോഗിച്ചു. സൂത്രം എന്താന്ന് വെച്ചാല്, ഖുറൈശികൾ വമ്പിച്ച് യുദ്ധസന്നാഹം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് മദീനയിൽ പ്രചരണം നടത്താം. അങ്ങനെ മദീനയിലുള്ള ആളുകൾക്ക് ഒരു പേടി ഉണ്ടാക്കിയിട്ട് പിന്നെ അവരുടെ ധൈര്യം ഇല്ലാതാക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടെയായിരുന്നു അബൂ സുഫിയാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അബൂ സുഫിയാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിനു വേണ്ടിയിട്ട് ഒരു
പിന്നെ ഒരാളെ നിയമിച്ച്, നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ട് പിന്നെ അവിടേക്ക് അയച്ചു. അങ്ങനെ അയാളാണ് പിന്നെ ഇങ്ങനെ പറയുന്നത് അല്ലെ, ഖാല ലഹും നാസ്, എന്താണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും എന്നുള്ളത്. അതായത് ഇതാ പിന്നെ നിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് അവര് ആളുകളെയൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങളുടെ നേർക്ക് വരുന്നുണ്ട് എന്നുള്ള പ്രചരണം ഇയാളെ നേതൃത്വത്തില്, നുഐം എന്ന് പറയുന്ന ആളെ നേതൃത്വത്തില് നടത്തി. അങ്ങനെ പിന്നെ ഈ ഒരു പിന്നെ ഇതില് ഈ കപടവിശ്വാസികളൊക്കെ പങ്കുചേരുമല്ലോ. കാരണം പിന്നെ അവര് അവരുടെ ഭാഗത്ത് പോകുമ്പോ അവര് അങ്ങനെ, ഇവരുടെ ഭാഗത്ത് കൂടുമ്പോ ഇങ്ങനെ, അങ്ങനെയാണല്ലോ കപടവിശ്വാസികൾ. പക്ഷെ എല്ലാരും എല്ലാ നിലക്കും മുസ്ലിങ്ങളെ തളർത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പറഞ്ഞതെങ്കിലും എല്ലാ നിലക്കും പിന്നെ മുസ്ലിങ്ങളെ പിന്നെ എന്താ പറയാ തളർത്തി പിന്നെ പരാജയപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പറഞ്ഞതെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലെ, അതാണ് ഇസ്ലാമിന്റെ പവർ എന്ന് പറയുന്നത്. അവർക്ക് അവിടെ പിന്നെ ആ ഒരു കുപ്രചാരണങ്ങളൊന്നും പിന്നെ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ബാധിച്ചില്ല. അവർക്ക് ഫസാദഹും ഈമാനാന്ന് പറഞ്ഞത്. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്തത് ഇത് കേട്ടപ്പോ. ശത്രുപക്ഷത്ത് നിന്ന് ആളുകൾ ഒരുക്കം കൂട്ടുന്നുണ്ട് നിങ്ങളെ ആക്രമിക്കാൻ എന്നുള്ള ആ ഒരു വാക്ക് അവർ കേട്ടപ്പോ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അവരെന്നിട്ട് എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഞങ്ങൾക്ക് അള്ളാഹു മതി. സുബ്ഹാനല്ലാഹ്. ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ല, അല്ലെ, നല്ല. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പിന്നെ അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കി? പാലിക്കുകയും ചെയ്തത് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500ഓളം ആൾക്കാരെയും കൊണ്ട് പിന്നെ ഷഅബാനില്, അടുത്ത കൊല്ലം ഷഅബാനില് ബദറിൽ ചെന്നിറങ്ങി. പക്ഷെ ഖുറൈശികൾ എന്തായിട്ടില്ല? വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ അബൂ സുഫിയാൻ വിചാരിച്ച് പിന്നെ മദീനയിൽ നടത്തിയ ആ ഒരു കുപ്രചരണം പിന്നെ ഫലപ്പെട്ടു എന്നാ വിചാരിച്ചെ. പക്ഷെ നടന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അബൂ സുഫിയാൻ എന്താക്കിയെന്ന് വെച്ചാല് പിന്നെ ഈ ഒരു കാര്യം വാക്ക് പാലിക്കണം എന്നുള്ള ഉദ്ദേശത്തില് വെറുതെ കുറച്ച് ആൾക്കാരെയും കൊണ്ടിട്ട് പുറപ്പെട്ടിട്ട് 1-2 ദിവസം യാത്ര ചെയ്തിട്ട് തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഒരു സന്ദർഭം സത്യത്തില് മുസ്ലിങ്ങൾക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നത്. കാരണം ബദറിലെ കച്ചവട മേള നടക്കുന്ന കാലം മുശ്രിക്കുകള് പിന്നെ അങ്ങോട്ട് വരാതെ പിന്നെ മുസ്ലിങ്ങൾക്ക് എന്തായി? കച്ചവടത്തില് നല്ല ലാഭമുണ്ടായി, ലാഭം നേടാൻ സാധിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടായി എന്ന് പറയും. ഈ ഒരു സംഭവത്തിന് ചെറിയ ബദർ എന്നുള്ള പേരില് അറിയപ്പെടുന്നുണ്ടെന്ന് പറയും. ഒരു മിനിറ്റ്. അപ്പോ പിന്നെ ഈ ഒരു സംഭവം പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അല്ലെ നല്ലൊരു പിന്നെ എന്താ പറയാ എല്ലാ നിലക്കും ഹൈറായിട്ടാണ് വന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരാജയപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടെ ശത്രുപക്ഷത്ത് നിന്ന് ആ രീതിയിൽ ചെയ്യുമ്പോഴെല്ലാം അള്ളാഹു അത് അല്ലെ വിശ്വാസികളുടെ ആ ഒരു വിശ്വാസദാർഢ്യം അവരെ വിജയത്തിലേക്കും ഹൈറിലേക്കും അള്ളാഹു തആല എത്തിച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു 2 ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ ചില മുഫസ്സിരിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു വിശദീകരണത്തോടെയാണ് കൂടുതലും പിന്നെ യോജിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് രണ്ടും, ഈ 2 വചനങ്ങളും അല്ലെ മുസ്ലിങ്ങളുടെ ആ ഒരു എന്താ പറയാ മനോധൈര്യം, ആത്മധൈര്യം, അള്ളാഹുവിലുള്ള ആ ഒരു തവക്കുല്, അള്ളാഹുവിനോടുള്ള അനുസരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം, അവരുടെ പരിപൂർണമായ ഇസ്ലാമിലേക്കുള്ള അവരുടെ എന്താ പറയാ പൂർണ്ണത ഒക്കെയാണ് നമുക്ക് അള്ളാഹു തആല കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുന്നുണ്ട്. അതായത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അല്ലെ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, ഭരമേൽപ്പിക്കപ്പെടുവൻ അത്രയോ അള്ളാഹു എത്രയോ നല്ലവനാണ് അള്ളാഹു എന്നുള്ള ആ ഒരു വാചകം ശരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ അല്ലെ തീകുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ വാചകമാണ് പിന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കം കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെയും അല്ലെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കണം, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എന്റെ റബ്ബ് മതി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും ആ രീതിയിലേക്ക് നമുക്ക് എത്തണം അല്ലെ. എല്ലാം 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 ഹൈറാണ്, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഈ ഒരു എന്താ പറയാ ഈ വാചകം അല്ലെ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഈ ഈമാൻ വർദ്ധിക്കുകയും ചെയ്തത്. മുസ്ലിങ്ങൾക്ക് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, ഒരുക്കം കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലോ നമ്മള് എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ച് ഓടി ഒളിക്കുകയല്ല ചെയ്തത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരുടെ ഈമാൻ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് എല്ലാത്തിനും തയ്യാറായിക്കൊണ്ട് അവർ പുറപ്പെട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ പുറപ്പെട്ടു. അവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല വിജയം നൽകി. സുബ്ഹാനല്ലാഹ് അല്ലെ. അവർക്ക് നേട്ടങ്ങൾ അള്ളാഹു തആല നൽകി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ രണ്ട് വചനങ്ങളിലൂടെയും ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തണം. നമുക്ക് ഈ വാചകങ്ങള് പറയാൻ സാധിക്കണം. നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും പരീക്ഷിച്ച് സ്വന്തത്തോട് തന്നെ സ്വന്തത്തെ നോക്കുക, സ്വന്തം നഫ്സിലേക്ക് നോക്കുക അല്ലെ. പതറിപ്പോവുകയാണോ, തോറ്റു പോവുകയാണോ, ദുർബലരായി പോവുകയാണോ, ഒന്നിനും കൊള്ളാത്തവരായി മാറുകയാണോ നമ്മൾ ചെയ്യുന്നത്? അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിച്ച് എന്തിനും തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ള ആ ഒരു ചിന്തയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് എന്തിനും ഏതിനും റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരാകണം? അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാകണം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അല്ലെ, നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, പരലോകമാണ് യഥാർത്ഥ വിജയം. അതും അല്ലെ, ദുനിയാവിൽ വിജയിക്കാന്നുള്ളതല്ല നമ്മുടെ വിജയം, ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാന്നുള്ളതല്ല നമ്മുടെ നേട്ടം. നമ്മുടെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതോട് കൂടിയാണ്. ആ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? വിജയമായിരിക്കുമോ? അള്ളാഹുവിൻ തൃപ്തിപ്പെട്ട നല്ലതായ അവസ്ഥയിലായിരിക്കോ? അതാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലെ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. സുബ്ഹാനല്ലാഹ്. അപ്പോ അങ്ങനെ നമുക്ക് അവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാല്, നമ്മളെ ഖബറിൽ വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിരിക്കണം അല്ലെ. അള്ളാഹു അവന്റെ റസൂലും എന്താണോ പറയുന്നത് ആ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആയത്തും കൂടി ഇതിന്റെ ഇതിൽ വരുന്നുണ്ട്. അതായത് അവര് ഈ ഒരു അല്ലെ ഹസ്ബി അള്ളാഹ് അല്ലെങ്കിൽ ഹസ്ബുൻ അള്ളാഹ് വനിഅമൽ വക്കീൽ, ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ ഈമാനോട് കൂടി അള്ളാഹു മതി ഞങ്ങൾക്ക്, ഞങ്ങളെല്ലാം റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ അള്ളാഹു തആല അവർക്ക് അള്ളാഹു അവന്റെ എന്താ പറയാ, അവർ തിരിച്ചു വന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹവും ഔദാര്യവുമായി കൊണ്ടാണ് അവർ തിരിഞ്ഞു മടങ്ങി വന്നത്. സുബ്ഹാനല്ലാഹ്. ലം യംസസ്ഹും സൂഉൻ, അവരെ ഒരു തിന്മയും ബാധിച്ചില്ല, ഒരു തിന്മയും അവരെ സ്പർശിച്ചിട്ടില്ല.
അതാണ് ലം യംസസ്ഹും, അവർ സ്പർശിച്ചിട്ടില്ല, സൂഉൻ, ഒരു തിന്മയും സ്പർശിച്ചിട്ടില്ല, വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു, റിദ്വാനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പ്രീതി. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ എല്ലാ കാര്യത്തിലും ആഗ്രഹിക്കേണ്ടതും അതാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് മാത്രമായിരിക്കണം. അതാ, ആ ഒരു മാത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മൾ ആളുകളുടെ പ്രശംസ, അല്ലെ, ആളുകളെ തൃപ്തി, ഇത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. അല്ലെ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ആ രീതിയിലാണ് നമ്മളെ ജീവിതം ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും എന്നാല് നമ്മൾ ചുറ്റിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അങ്ങനെ ചുറ്റിലുള്ള ആളുകളെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം റബ്ബിന്റെ തൃപ്തിയിലൂടെ എന്നുള്ള ആ ഒരു രീതി, അതായത് ഇപ്പം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അതൊരു ബാധ്യത തന്നെയാണ്. കാരണം മാതാപിതാക്കളെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി, അല്ലെ. സുബ്ഹാനല്ലാഹ്, അവരുടെ കോപം അള്ളാഹുവിന്റെ കോപമാണ്. അപ്പൊ എന്താക്കണം, മാതാപിതാക്കളെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയണം. അതുപോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ തൃപ്തി അത് അത്യാവശ്യമാണ്, അല്ലെ. അവിടെ നമുക്ക് കഴിയണം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇപ്പം ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കൂല. പലരും വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെയാണ്. അപ്പൊ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് റബ്ബിന്റെ തൃപ്തി അവിടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ജീവിക്കാൻ. അങ്ങനെ ആകുമ്പോ അള്ളാഹു ദൂ ഫദ്ലിൻ അദീം, അള്ളാഹു ആണെന്ത്, ദൂ ഫദ്ലിൻ, ഔദാര്യമുള്ളവനാണ്, ഏറെ ഔദാര്യം ചെയ്യുന്നവനാണ്, അലീം, വമ്പിച്ച മഹത്തായ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ തൃപ്തി പിൻപറ്റി ജീവിക്കാൻ നമ്മൾ തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞാല് നമ്മളെ അള്ളാഹു എന്താകും, തൃപ്തിപ്പെടും. അതാണ് അവർക്ക് ലഭിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തൃപ്തി ആഗ്രഹിക്കേണ്ട. എന്തൊരു കാര്യം, അല്ലെ. ഇഖ്ലാസ്, മുഖ്ലിസീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആ ഇഖ്ലാസോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയാ. അള്ളാഹു പറഞ്ഞത് തന്നെ അങ്ങനെയാണ്, അല്ലെ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ, അള്ളാഹുവിനെ അങ്ങേയറ്റം തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിലൂടെ നമ്മൾ മരണപ്പെടുന്ന സമയത്തും ആ സന്തോഷത്തോടെ സമാധാനത്തോടെ അള്ളാഹുവിന്റെ ആ ഒരു വിളി, അല്ലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ റാദിയത്തൻ മർദിയയില് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം സെറ്റാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തൊരായത്തും കൂടി പറയാ, കാരണം പിന്നെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരായത്ത് തന്നെയാണ്. അതായത് ഇന്നമാ ദാലികും ശൈത്വാൻ, നിശ്ചയമായും അത് പിശാച് തന്നെയാണ്. പിശാചാണ് എന്താക്കുന്നത്, യുഖവ്വിഫു ഔലിയാഅഹു, തന്റെ മിത്രങ്ങളെ കുറിച്ച് അവൻ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഫലാ തഖാഫൂ, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുകയും ചെയ്യുവിൻ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നമ്മൾ ആരെയും പേടിക്കണ്ട, അല്ലെ. പിശാച് ആണ് ഭയമുണ്ടാക്കുന്നത്, ഭയപ്പെടുത്തുന്നത്, ഭയം നിങ്ങളിൽ ഇട്ട് തരുന്നത് എല്ലാം. നമ്മളെ നിങ്ങൾ ഭയപ്പെടുത്തുകയാണെന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെന്താക്കണ്ട, പേടിക്കണ്ട. നിങ്ങൾ അവരെ പേടിക്കണ്ട. നിങ്ങൾ ആരെ പേടിക്കണം, പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെടണം, അല്ലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, അപ്പം നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണെങ്കിൽ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെ മാത്രം. അല്ലാതെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളെ എല്ലാം പേടിക്കണ്ടേ, അല്ലെ. നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ നമ്മളെ ചുറ്റിലുള്ള ആളുകളെ നമ്മൾ എന്താക്കുന്നുണ്ട്, പേടിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ. എന്തിന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തിന് പേടിക്കണം, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം പേടിക്കാനും അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായ ഭയം, അതല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ, അതൊക്കെ നമ്മളിലേക്ക് വരുന്നത് പൈശാചികമായിട്ടുള്ളതാണ്.
അതിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞ കാര്യങ്ങള് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ മാതൃകാപരമായ ആ ഒരു പ്രവർത്തനം സഹാബാക്കൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാത അല്ലെ, അവര് പോയ വഴിയെ സഞ്ചരിക്കാൻ അവർക്ക് അള്ളാഹു നൽകിയ ഈമാൻ അള്ളാഹുവെ ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവര് പോയ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് അവര് പോയ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്കും നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവെ എന്താണ് അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അല്ലെ, പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെയും നീ വഴി ചേർക്കണേ റഹ്മാനെ. എല്ലാരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇരുത്തത്തെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾ ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് ബലമേൽപ്പിക്കാൻ നീ മാത്രമേ ഉള്ളൂ അള്ളാഹുവെ. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇതാ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. ഞങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കൈയൊഴിയല്ലേ റഹ്മാനെ. നിന്റെ സഹായവും നിന്റെ ഔദാര്യവും നിന്റെ ഫضലും നിന്റെ റഹ്മത്തും ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അള്ളാഹുവെ. ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അള്ളാഹുവെ ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവെ ഹസ്ബുനല്ലാഹ് എന്ന് മനസ്സ് തട്ടി പറയാൻ ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന നല്ലവരായ നിന്റെ അടിയാറുകളിൽ അള്ളാഹുവെ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അള്ളാഹുവെ. ആ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവെ നിന്റെ തൃപ്തിയോട് കൂടി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുവേ. അതൊക്കെയും നിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും ആയുസ്സും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിനെ അർത്ഥസഹിതം ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മനഃപ്പാടമാക്കാനും അത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യുവാനും ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അള്ളാഹുവേ. ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അള്ളാഹ്. വിജയം നൽകണേ റഹ്മാനെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണേ അള്ളാഹ്. അവർക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾക്ക് നിർഭയത്വത്തോടു കൂടി നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് എപ്പോഴും നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ സമാധാനം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐക്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കുടുംബത്തോടെ സന്തോഷത്തോടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നല്ലതായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. വരും തലമുറയിലെ ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവേ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ.
ഞങ്ങളെ കൂട്ടത്തിലെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികവും മാനസികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അത് നീ എത്രയും പെട്ടെന്ന് കടബാധ്യതകൾ തീർത്ത് സന്തോഷ സമാധാനം നിറഞ്ഞ ജീവിതം നയിക്കാൻ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ സന്താന സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അനുയോജ്യരായ ഇണകളെ അന്വേഷിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് അല്ലാഹുവേ. എല്ലാ കുടുംബങ്ങളിലും നല്ല അനുയോജ്യരായ നല്ല ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തതിന് ശേഷം അല്ലാഹുവേ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.